Hi students. അപ്പൊ നമ്മൾ പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറെ പ്രോബ്ലംസ് ചെയ്തു അല്ലെ, പാരലൽ ലൈൻസിന്റെ എങ്ങനെയാണ് നമ്മൾ ലൈൻസ് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്കൊരു 20 സെന്റിമീറ്റർ ലൈൻ തന്നാൽ അതിന് നമ്മൾ ഈക്വൽ പാർട്സ് ആക്കിയിട്ട് എങ്ങനെ ഡിവൈഡ് ചെയ്യുക, അതുപോലെ എങ്ങനെയാണ് നമ്മൾ ട്രയാങ്കിൾസ് ഡ്രോ ചെയ്യുക, എങ്ങനെയാണ് സ്ക്വയർ ഡ്രോ ചെയ്യുക, എങ്ങനെയാണ് ഹെക്സഗൺ ഡ്രോ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പാർട്ടിലോട്ട് പോവാം. എന്താ നമ്മൾ നെക്സ്റ്റ് പാർട്ട് പറയുന്നത്? അൺഈക്വൽ ഡിവിഷൻ, അസമഭാഗങ്ങൾ അൺഈക്വൽ ഡിവിഷൻ ആണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ എന്താ നമുക്ക് തന്നത്? 3 പാരലൽ ലൈൻസ് തന്നിട്ടുണ്ട് അല്ലെ, വിത്ത് ഡിഫറെന്റ് ഡിസ്റ്റൻസസ് ബിറ്റ്വീൻ ദം. ഇതിന്റെ ഡിസ്റ്റൻസ് എന്താ? ഡിഫറെന്റ് ആണ്. ഈ 3 പാരലൽ ലൈനില് ഫസ്റ്റത്തെ പാരലൽ ലൈനിന് സെക്കൻഡ് പാരലൽ ലൈനിലോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാ? 3 സെന്റിമീറ്റർ. അതുപോലെ സെക്കൻഡ് പാരലൽ ലൈനിന് അതിന്റെ ലാസ്റ്റ് പാരലൽ ലൈനിലോട്ടുള്ള എത്രയാ? 2 സെന്റിമീറ്റർ. അപ്പൊ ഇവിടുത്തെ ഡിസ്റ്റൻസ് സെയിം ആണോ? അല്ല. നമ്മൾ കഴിഞ്ഞ പാർട്ടില് ഫസ്റ്റ് പഠിച്ചത് ഡിസ്റ്റൻസ് സെയിം ഉള്ളതായിരുന്നു അല്ലെ. ഇവിടെ ഡിസ്റ്റൻസ് സെയിം അല്ല. ഇവിടെ 3 പാരലൽ ലൈനിൽ തന്നതിൽ ഇതിന്റെ ഡിസ്റ്റൻസ്, ഇവിടെ 2 ഡിസ്റ്റൻസും 3 സെന്റിമീറ്റർ ആണ്, ഇവിടെ തന്നത് നമുക്ക് 2 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇവിടെ അൺഈക്വൽ ഡിവിഷൻ ആണ് അല്ലെ. അത് അസമഭാഗങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ലെറ്റ്സ് ഡ്രോ എ സ്ലാന്റഡ് ലൈൻ ആസ് ബിഫോർ. നമ്മൾ നേരത്തെ ഫസ്റ്റ് പാർട്ടിലൊക്കെ ചെയ്തതുപോലെ എന്താ, ഈ പാരലൽ ലൈനിന്റെ ഇവിടെ നമ്മൾ ഒരു ചെരിഞ്ഞ വര, ഒരു സ്ലാന്റഡ് ലൈന് ഡ്രോ ചെയ്തു. അപ്പൊ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. We can tell at a glance the lengths of the pieces of the green line are not 2 centimeter and 3 centimeter. ഇവിടെ നമ്മൾ ഈ പാരലൽ ലൈനിന്റെ ഈ 2 ഡിസ്റ്റൻസും എന്താണ്? 3 സെന്റിമീറ്ററും 2 സെന്റിമീറ്ററും ആണ്. ബട്ട് നമ്മളിവിടെ പറഞ്ഞത്, നമ്മളിവിടെ ഒരു സ്ലാന്റഡ് ലൈൻ ഡ്രോ ചെയ്തു. ഈ ചെരിഞ്ഞ വരന്റെ ഡിസ്റ്റൻസ് എന്തല്ല? 3 സെന്റിമീറ്ററും 2 സെന്റിമീറ്ററും എല്ലാമാണ് നമ്മളോട് പറഞ്ഞത്. പച്ചവരയുടെ ഭാഗങ്ങളുടെ നീളം 2 സെന്റിമീറ്ററും 3 സെന്റിമീറ്ററും എൽ എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ പറയാമല്ലോ. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റൂലേ. ഈ ചെരിഞ്ഞ വര 3 സെന്റിമീറ്ററും 2 സെന്റിമീറ്ററും എല്ലാണ്. അങ്ങനെയാണെങ്കിൽ ഡു ദീസ് ലെങ്ത് ഹാവ് എനി റിലേഷൻ വിത്ത് 2 and 3? അങ്ങനെയാണെങ്കിൽ 2 3 ആയിട്ട് എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടായിരിക്കുമോ ആ ചെരിഞ്ഞ വരക്ക്? സപ്പോസ് വി ഡ്രോ 3 more parallel lines. ഇനി നമ്മൾ 3 പാരലൽ ലൈൻസും കൂടെ കൂടുതൽ വരയ്ക്കാൻ പോവാണ് ആ സെയിം ഫിഗറിൽ തന്നെ. ടു മേക്ക് 6 ഈക്വലി സ്പേസ്ഡ് പാരലൽ ലൈൻ. എന്താണ്? അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? ഇവിടെ നമ്മള് ഈ സെയിം ഫിഗറില് 3 പാരലൽ ലൈൻ കൂടെ ഡ്രോ ചെയ്തു. 1 2 3 ഇങ്ങനെ 3 പാരലൽ ലൈൻസും കൂടെ നമ്മൾ ഡ്രോ ചെയ്തു. അതാണ് ഇത്. ഇതായിരുന്നു നമ്മളെ 3 പാരലൽ ലൈന്. ഈ 3 പാരലൽ ലൈനിന്റെ ഇടയിൽ നമ്മൾ 3 പാരലൽ ലൈനും കൂടെ ഡ്രോ ചെയ്തു. നമ്മൾ ആദ്യത്തെ 3 പാരലൽ ലൈനിന്റെ ഇടയിൽ നമ്മൾ 3 പാരലൽ ലൈൻ ഡ്രോ ചെയ്തു. അപ്പം ഈ 3 സെന്റിമീറ്ററിന്റെ ഇവിടെ ബിറ്റ്വീനിൽ 2 എണ്ണവും അതുപോലെ 2 സെന്റിമീറ്ററിന്റെ ഇടയിൽ 1. അങ്ങനെ ടോട്ടൽ 3 പാരലൽ ലൈൻസ് ആണ് നമ്മൾ ഡ്രോ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? Now the slanted line is split into 5 equal parts. നേരത്തെ സ്ലാന്റഡ് ലൈന് എന്താണ്? നമ്മൾ ഈ പാരലൽ ലൈൻസ് ഡ്രോ ചെയ്യുന്നതിന്റെ മുന്നേ ഈ സ്ലാന്റഡ് ലൈന് 2 പാർട്സ് ആയിട്ടായിരുന്നു ഡിവൈഡ് ചെയ്തത്. ബട്ട് നമുക്ക് അതിന്റെ മെഷർമെന്റ് 3 സെന്റിമീറ്ററും 2 സെന്റിമീറ്ററും ആണെന്ന് പറയാൻ പറ്റൂല. ബട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? സ്ലാന്റഡ് ലൈൻ നമ്മൾ 3 പാരലൽ ലൈൻസും കൂടെ ഡ്രോ ചെയ്തപ്പം നമ്മൾ സ്ലാന്റഡ് ലൈന് 5 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, 5 ഈക്വൽ പാർട്സ്. ദ ടോപ്പ് 3 പീസസ് മേക്ക് അപ്പ് ദ ലോങ്ങർ ഓഫ് ദ 2 പീസസ് വി സോ ഫസ്റ്റ്. അപ്പം ആദ്യത്തെ 3 എണ്ണം എന്താ? രണ്ടാമത്തേക്കാളും എന്താണ്? The top 3 pieces make up the longer. അതാണ് കൂടുതൽ. We saw first and the bottom 2 make up the shorter piece. അപ്പൊ bottom എന്ന് പറഞ്ഞാൽ താഴെ ഉള്ളത് അല്ലെ, താഴെ ഉള്ളത് എന്താണ്? ഏറ്റവും ചെറുത്, ഷോർട്ടർ പീസ്. ഓക്കെ, in other words the shorter and longer parts of the slanted line are in the ratio 2:3. അപ്പൊ നമുക്ക് പറയാം എന്താണ്? ചെറുത് 2:, വലുത് 3. ഓക്കെ, ഇത് 2 പാർട്സ് ആണ് ആക്കാൻ പോകുന്നത്. ഇത് 3 പാർട്സ് ആണ് അല്ലെ. നമുക്കറിയാം 3 പാരലൽ ലൈൻസ് നമ്മൾ ഒന്നും കൂടെ ഡ്രോ ചെയ്തു. അങ്ങനെ ഇതെന്താണ്?
ഇവിടെ 2 ആണ്, ഇവിടെ 3 ഈക്വൽ പാർട്സ്. ഈക്വൽ പാർട്സ് എങ്ങനെയായി? ഈ 2 നമ്മൾ സ്ലാൻഡേർഡ് ലൈൻ, അത് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ, പാരലൽ ലൈൻസിന്റെ ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ അതിലൂടെ നമ്മളൊരു ലൈൻ ഡ്രോ ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് ഈക്വൽ പീസസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മൾ പാരലൽ ലൈൻസിന്റെ ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ നമുക്ക് ഈ സ്ലാൻഡേർഡ് ലൈനിനെ ഈക്വൽ പീസസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ 3 ഈക്വൽ പീസസ് ആണ് ഉള്ളത്, ഇവിടെ 2 ഈക്വൽ പീസസ് ആണ് ഉള്ളത്. ഓക്കെ, സോ അവർ റേഷ്യോ ഈസ് 2:3. ഓക്കെ, 2:3. എന്താ? ഷോർട്ടറിന്റേത് 2, ലോങ്ങറിന്റേത് 3 ആണ്. ഡു എനി 3 പാരലൽ ലൈൻസ് ഡിവൈഡ് ഓൾ അതർ ലൈൻസ് ഇൻ ദ സെയിം റേഷ്യോ? എന്താ നമ്മളോട് ചോദിച്ചത്? ഇപ്പൊ 3 പാരലൽ ലൈന് ഡിവൈഡ് ഓൾ അതർ ലൈൻസ് ഇൻ ദ സെയിം റേഷ്യോ. എല്ലാ ലൈനെയും 3 പാരലൽ ലൈന് തന്നാൽ അതിലൂടെ പോകുന്ന എല്ലാ ലൈനെയും സെയിം റേഷ്യോയിലാണോ ഡിവൈഡ് ചെയ്യുന്നത്? ഏത് 3 സമാന്തര വരകളും മറ്റെല്ലാ വരകളെയും ഒരേ അംശബന്ധത്തിലാണോ ഭാഗിക്കുന്നത്? അതാണ് നമ്മളോട് ചോദിച്ചത്. നമുക്ക് നോക്കാം. ഇതാണ് നമ്മളെ 3 പാരലൽ ലൈൻ. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ 2 പാരലൽ ലൈനും 3 സെന്റിമീറ്റർ ആണ് ഡിസ്റ്റൻസ്. ഈ 2 പാരലൽ ലൈനിന്റെയും 2 സെന്റിമീറ്റർ ആണ് ഡിസ്റ്റൻസ്. അപ്പൊ ഇത് രണ്ടും അൺഈക്വൽ ആണ് അല്ലെ? അപ്പൊ രണ്ടും ഈക്വൽ, രണ്ടും എന്താണ്? ഡിസ്റ്റൻസ് ഈക്വൽ അല്ല. ഇനി ഡിസ്റ്റൻസ് ഈക്വൽ ആവാത്ത ഈ 3 പാരലൽ ലൈനിന്റെ അതിലൂടെ 2 ലൈൻസ് പാസ് ചെയ്യാണ്. അതില് ഇത് ഇവിടെ നമുക്ക് എ, ഇത് ബി, ഇത് പി, ഇത് ക്യൂ. അങ്ങനെയാണെങ്കിൽ അതിന്റെ റേഷ്യോ സെയിം ആയിരിക്കുമോ എന്നാണ് നമ്മളെ ചോദ്യം. നോക്കാം. ഇൻ ദ പിക്ചർ അബോ there are 3 horizontal line. നമ്മളെ ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ വരയാ? ഇങ്ങനെയുള്ള വര. അപ്പൊ 3 ഹൊറിസോണ്ടൽ ലൈൻ ഉണ്ട്. ഓക്കെ, ഈ റെഡ് കളറിലുള്ള 3 ഹൊറിസോണ്ടൽ ലൈൻ ഉണ്ട് നമ്മളെ പിക്ചറിൽ. ആൻഡ് 2 സ്ലാൻഡേർഡ് ലൈൻ വിച്ച് കട്ട് ത്രൂ ദം. എന്നിട്ട് ഈ 3 പാരലൽ ലൈനെയും കട്ട് ചെയ്യുന്ന 2 സ്ലാൻഡേർഡ് ലൈൻ ഉണ്ട്, ചെരിഞ്ഞ വരണ്ട്. ഒന്ന് ബ്ലൂ കളറിലും തന്നിട്ടുണ്ട്, ഒന്ന് ഗ്രീൻ കളറിലും തന്നിട്ടുണ്ട് അല്ലെ? Let's denote the length of the pieces of the left line as A, B and those of the right line as PQ. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? ഇവിടെ നമ്മള് ഡിനോട്ട് ദ ലെങ്ത് ഓഫ് ദ പീസസ് ഓഫ് ദ ലെഫ്റ്റ് ലൈൻ. നമ്മളെ ലെഫ്റ്റ് ലൈനിന്റെ പീസസിന് എ, ബി ആൻഡ് ദോസ് ഓഫ് ദ റൈറ്റ് ലൈൻ, റൈറ്റ് ലൈനിന്റെ സൈഡിലുള്ളതിന് പി ക്യൂന്ന് നെയിം കൊടുത്തു. നമുക്ക് ഈ പിക്ചർ കണ്ടാൽ തന്നെ മനസ്സിലാക്കാം. 3 പാരലൽ ലൈൻ ഉണ്ട്. ആ 3 പാരലൽ ലൈന് 2 ചെരിഞ്ഞ് വരെ കട്ട് ചെയ്യുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലുള്ള ലൈന് നമ്മൾ എ ബി എന്ന് കൊടുത്തു, നമ്മൾ മാർക്ക് ചെയ്തു. അതുപോലെ റൈറ്റ് സൈഡിൽ നമ്മൾ പി ക്യൂ എന്ന് കൊടുത്തു. We want to check whether the ratios A is to B and P is to Q are same. നമുക്ക് എന്താ ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്? A is to B is equal to P is to Q ആണ്. ഇതിന്റെ റേഷ്യോക്ക് ഈക്വൽ ആണോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. In other words, the question is whether A by B is equal to P by Q. That means നമുക്കറിയാം റേഷ്യോ എന്ന് പറഞ്ഞാൽ ഡിവിഷൻ ആണ് അല്ലെ? അപ്പൊ A is to B എന്ന് പറഞ്ഞാൽ A by B is equal to P is to Q എന്ന് പറഞ്ഞാൽ P by Q ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ചെക്ക് ചെയ്യാം അതിന്റെ റേഷ്യോ. പാരലൽ ലൈൻസ് തന്നിട്ടുണ്ട്, അതിനെ 2 സ്ലാൻഡേർഡ് ലൈന് കട്ട് ചെയ്യുമ്പോൾ അതിന്റെ റേഷ്യോ ഈക്വൽ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. എങ്ങനെ ചെയ്യും? To check this, we first change the ratio of length to ratio of areas. അപ്പൊ ലെങ്ത്തിന്റെ റേഷ്യോനെ നമ്മൾ ഏരിയന്റെ റേഷ്യോ ആക്കിയിട്ട് മാറ്റാണ്. ആദ്യം നീളങ്ങളുടെ അംശബന്ധത്തെ പരപ്പളവുകളുടെ അംശബന്ധമായി മാറ്റാം, ഏരിയന്റെ അംശബന്ധമായിട്ട് മാറ്റാണ്. അപ്പൊ നമ്മൾ എന്താ ഇവിടെ ചെയ്തത്? അവിടെ നമ്മള് we know that the ratio of the areas of the top and bottom blue triangle. ഇവിടെ നമ്മള് ഒരു ട്രയാങ്കിൾ നമ്മൾ ജോയിൻ ചെയ്ത് വരയ്ക്കുകയാണ് കേട്ടോ. നമ്മള് ഇവിടെ ഈ സെയിം ഫിഗറിൽ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്ത് വരച്ചു, അതുപോലെ ഇങ്ങോട്ട് ജോയിൻ ചെയ്ത് വരച്ചു. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ കിട്ടിയില്ലേ? ആ ട്രയാങ്കിൾ ആണ് നമ്മളെ ഈ ഒരു ഫിഗർ കണ്ടോ. എന്നിട്ട് നമ്മൾ ഇവിടെ ഏരിയ, പരപ്പളവ് നമ്മൾ എന്താ ചെയ്തത്? ഫസ്റ്റ് ചെയ്യുന്ന റേഷ്യോ, ലെങ്ത്തിന്റെ റേഷ്യോനെ നമ്മൾ ഏരിയന്റേതാക്കാൻ പോവാണ്. അപ്പം ഇവിടെ എ കൊടുത്തു, ഇവിടെ ബി കൊടുത്തു. ഇത് രണ്ടും ജോയിൻ ചെയ്ത് വരച്ചു. ഇവിടെ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടി, ഇവിടെ എ കൊടുത്തു, ഇവിടെ ബി കൊടുത്തു. We know that the ratio of the areas of the top and bottom blue triangle is also A is to B. എന്താ പറഞ്ഞത്? ടോപ്പ് ആൻഡ് ബോട്ടം ബ്ലൂ ട്രയാങ്കിൾ. ഈ ബ്ലൂ ട്രയാങ്കിളിന്റെ മേലെയും താഴെയും എന്താ? മേലെയും താഴെയും അതും എന്താണ്? A is to B ആണ്. That is
if the areas of these triangles are denoted as A and B. A and B ആണ് ഏരിയ ഡിനോട്ട് ചെയ്തത്. ബട്ട് അതിന്റെ ലെങ്ത് എത്രയാണ്? റേഷ്യോ ഓഫ് ദ ഏരിയാസ് ഓഫ് ദ ടോപ്പ് ആൻഡ് ബോട്ടം ബ്ലൂ ട്രയാങ്കിളും എന്താണ്? A:B ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ ഫിഗറിന് നമുക്ക് പറയാം A/B ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ A/B. ഇതിന്റെ ഏരിയ ഇവിടെ ലെങ്ത്. ഓക്കെ, അപ്പൊ A/B എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിളിന്റെ ഏരിയ തന്നെയാണ് A/B. ഈ നെക്സ്റ്റ് എന്താ പറയുന്നത്? സിമിലർലി വി ക്യാൻ ഓൾസോ കൺവേർട്ട് ദ റേഷ്യോ ഓഫ് ദ ലെങ്ത് P and Q ഓൾസോ ടു എ റേഷ്യോ ഓഫ് ഏരിയാസ്. അപ്പൊ ഈ ലെങ്ത് P and Q നമ്മൾ മറ്റേ ട്രയാങ്കിൾ ഡ്രോ ചെയ്ത പോലെ നമ്മൾ എന്ത് ചെയ്യുക? തിരിച്ച് ഇവിടുന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്തു, അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്തു. അപ്പൊ ഇവിടെ ഒരു ട്രയാങ്കിൾ കിട്ടിയില്ലേ? യെസ്. അപ്പൊ അതിന്റെ ഏരിയ P-യും Q-വുമാണ്. If we denote the areas of the green triangle as P and Q as in the picture above, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് എന്ത് പറയാം? സ്മോൾ p/q is equal to capital P/Q. ഇവിടെ നമ്മൾ പറഞ്ഞു സ്മോൾ A/B is equal to capital A/B. തിരിച്ച് ഡ്രോ ചെയ്തപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? സ്മോൾ p/q is equal to capital P/Q. അങ്ങനെയാണെങ്കിൽ now let's put all the triangles together. ഈ നമ്മൾ ഒരുമിച്ച് ആ രണ്ട് നമ്മളെ ബ്ലൂ ട്രയാങ്കിളും ഗ്രീൻ ട്രയാങ്കിളും കൂടെ ഒരുമിച്ച് ചെയ്യാൻ പോവാണ്. അപ്പം ഇതായിരുന്നു നമ്മളെ 3 പാരലൽ ലൈൻസ്. ഈ 3 പാരലൽ ലൈൻസിനെ നമ്മൾ 2 ചെരിഞ്ഞ വര വരച്ചു. എന്നിട്ട് ഇവിടെ എയും ബിയും കൊടുത്തു, ഇവിടെ പിയും ക്യൂവും കൊടുത്തു. എന്നിട്ട് ഇവിടെ ഒരു ബ്ലൂ ട്രയാങ്കിൾ ഡ്രോ ചെയ്തു, ഇവിടെ ഒരു ഗ്രീൻ ട്രയാങ്കിൾ ഡ്രോ ചെയ്തു. എന്നിട്ട് നമ്മൾ എന്താ ചെയ്തത്? ഇവിടെ A/B കൊടുത്തു, P/Q കൊടുത്തു. ഇനി നമ്മളെ കയ്യിൽ എന്താ ഉള്ളത്? നമുക്കറിയാം A/B ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ A/B ആണ്. അതുപോലെ P/Q ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ P/Q ആണ്. ഈ രണ്ട് കാര്യങ്ങളും നമ്മളെ കയ്യിലുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഈ A/B എന്ന് പറഞ്ഞ ബ്ലൂ ട്രയാങ്കിളിന്റെ A/Bക്ക് ഈക്വൽ ആണ്. ഈ P/Q എന്ന് പറഞ്ഞ ഈ ഗ്രീൻ ട്രയാങ്കിളിന്റെ ക്യാപിറ്റൽ P/Qക്കും ഈക്വൽ ആണ്. രണ്ടും കൂടെ ജോയിൻ ചെയ്ത് വരച്ചതാണ്. ഇനി നമ്മൾ എന്താ നോക്കുന്നത്? there is a blue triangle and green triangle each at the top and bottom. അപ്പൊ നമ്മൾ ഒരുമിച്ച് വരച്ചതാണ് അല്ലേ നമ്മൾ ഇവിടെ കണ്ടത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ 2 പാരലൽ ലൈനിന്റെയും ഉള്ളിലുള്ള ട്രയാങ്കിളും ഈ 2 പാരലൽ ലൈനിന്റെയും ഉള്ളിലുള്ള ട്രയാങ്കിൾസ്. അങ്ങനെ നമ്മൾ മാറ്റി മാറ്റി നോക്കാണ്. ഓക്കെ, ലെറ്റ്സ് ലുക്ക് അറ്റ് ദം പെയർ ബൈ പെയർ. അപ്പൊ ആദ്യം ഈ 2 പാരലൽ ലൈനിന്റെയും ഉള്ളിലുള്ളത് നോക്കി. അപ്പൊ ഇവിടെ എന്താ? ഈ ഒരു ഭാഗം മാത്രം ഉണ്ടായിരിക്കും അല്ലെ? ഈ ഒരു ഭാഗം മാത്രം, അതാണ് ഇത് ബ്ലൂയിലുള്ള A. പിന്നെ ഗ്രീനിലുള്ള ആ ഭാഗം മാത്രം P. ഈ താഴെ ഉള്ളത് നോക്കാം. ബ്ലൂവും ഗ്രീൻ ട്രയാങ്കിളും ടോപ്പത്തത് ഇങ്ങനെ കിട്ടി, അതുപോലെ ബോട്ടംത്തത് താഴെ ഉള്ളത് കണ്ടോ? ഈ ക്യാപിറ്റൽ B ഇവിടെ ഉണ്ട്, ഇവിടെ ക്യാപിറ്റൽ Q ഉണ്ട്. അപ്പൊ നമ്മള് രണ്ടും ഒരുമിച്ച് നോക്കിയപ്പോൾ നമുക്ക് ഇങ്ങനെയായിരുന്നു കിട്ടിയത്. ഇതിൽ നമുക്ക് അറിയുന്ന കാര്യം ഇതാണ്. ഇനി നമ്മൾ വേറെ ആദ്യത്തെ 2 പാരലലിന്റെ ഉള്ളിലുള്ളത് നോക്കി, അതുപോലെ ബോട്ടം ലാസ്റ്റത്തെ 2 പാരലലിന്റെ ഉള്ളിലുള്ളത് നോക്കി. അവിടെ എയും പിയും ഉണ്ട്, ഇവിടെ ബിയും ക്യൂ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ both triangles at the top have the same bottom side. അപ്പൊ നമ്മൾ നോക്കാം ഈ 2 ട്രയാങ്കിളിന്റെയും ബോട്ടം സൈഡ് താഴെ ഒന്നല്ലേ? നമ്മളെ ഈ ഒരു ട്രയാങ്കിൾ A ഉള്ള ട്രയാങ്കിൾ ഇതാണ്, നമ്മളെ B ഉള്ള ട്രയാങ്കിൾ ഇതാണ്. അപ്പൊ രണ്ടിന്റെയും താഴെ കോമൺ അല്ലേ? രണ്ടിനും താഴെ ബോട്ടം സൈഡ് കോമൺ ആയിട്ടാണ് അല്ലെ ഉള്ളത്. ആൻഡ് ദ ടോപ്പ് കോർണേഴ്സ് ആർ ഓൺ എ ലൈൻ പാരലൽ ടു ദിസ് സൈഡ്. അതിന്റെ ടോപ്പ് കോർണേഴ്സ് നോക്കാം. ഇതാണല്ലേ ഈ രണ്ടിന്റെയും ടോപ്പ് കോർണേഴ്സ്. ഈ 2 കോർണേഴ്സും നിൽക്കുന്നത് ഏതാ? ഈ നമ്മളെ ഈ കോമൺ ആയിട്ട് വരുന്ന ഈ ലൈനിന് പാരലൽ ആയിട്ട് വരുന്ന ലൈനിലാണ് അതിന്റെ 2 ടോപ്പ് കോർണേഴ്സും നിൽക്കുന്നത്. ദർ ടോപ്പ് കോർണേഴ്സ്, അതിന്റെ 2 കോർണേഴ്സ് ആർ ഓൺ എ ലൈൻ പാരലൽ ടു ദിസ് സൈഡ്. ഏ സൈഡിന്? അതിന്റെ ബോട്ടം 2 കോമൺ ആയിട്ട് വരുന്ന സൈഡിന് പാരലൽ ആയിട്ടുള്ള പ്ലേസിലാണ് നമ്മളെ കോർണേഴ്സ് ഉള്ളത്. അതിന്റെ ഈ 2 ട്രയാങ്കിളിന്റെയും കോർണേഴ്സ് ഉള്ളത്. സോ ദേ ഹാവ് ദ സെയിം ഏരിയ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാ? ഈ 2 ട്രയാങ്കിൾസിനും ഒരേ ഏരിയയാണ്. എ എന്ന് പറഞ്ഞ ട്രയാങ്കിളിന്റെ എയും A ഈസ് ഈക്വൽ ടു P. ഈ ബ്ലൂ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ A ആണ്, ഗ്രീൻ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ P ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് A ഈസ് ഈക്വൽ ടു P. എന്തുകൊണ്ടാ പറഞ്ഞത്? മുകളിലെ ത്രികോണങ്ങൾ രണ്ടിന്റെയും താഴത്തെ വശം ഒരേ വരയാണ്. ഈ 2 ട്രയാങ്കിളിനും ഒരേ കോമൺ ആയിട്ടുള്ള ലൈനാണ് ഉള്ളത്. എന്താണ്? സെയിം ബോട്ടം സൈഡ്. അതിന്റെ താഴെ എന്താണ്?
സെയിം ആണ് അല്ലെ, ഒരേ വരയാണ്. അവയുടെ മൂന്നാം മൂലകൾ ഈ വശത്തിന് സമാന്തരമായ ഒരു വരയിലുമാണ്. അതിന്റെ കോർണേഴ്സ് നമ്മളെ ബോട്ടമിന് എന്താണ്, പാരലൽ ആയിട്ടുള്ള ലൈനാണ് വരുന്നത്. അതിനാൽ അതിന്റെ ഏരിയ, പരപ്പളവ് എന്താണ്, ഈക്വൽ ആണ്. ഒന്ന് നോക്കാമല്ലോ ഏരിയ എങ്ങനെ ഈക്വൽ ആയത്, ഒന്നും കൂടെ പറയാം. ഏരിയ ഈക്വൽ ആയത് ഈ രണ്ട് ട്രയാങ്കിൾ, നമ്മുടെ ബ്ലൂ ട്രയാങ്കിളിന്റെയും ഗ്രീൻ ട്രയാങ്കിളിന്റെയും ബോട്ടം സൈഡ്, താഴെയുള്ള സൈഡ് കോമൺ ആണ് രണ്ട് ട്രയാങ്കിളിനും. അതുപോലെ അതിന്റെ കോർണേഴ്സ് രണ്ടും നിൽക്കുന്നത് ഈ കോമൺ ആയിട്ടുള്ള ലൈനിന്റെ പാരലൽ ആയിട്ട് വരുന്ന ലൈനിലാണ്. അതുകൊണ്ട് അതിന്റെ ഏരിയ ഈക്വൽ ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് എ ഈസ് ഈക്വൽ ടു പി. അതുപോലെ നമുക്ക് അടുത്തത് നോക്കാം. സെയിം ഈസ് ദ കേസ് വിത്ത് ദ ബ്ലൂ ആൻഡ് ഗ്രീൻ ട്രയാങ്കിൾ അറ്റ് ദ ബോട്ടം. അപ്പം അതിന്റെ താഴെയുള്ള ട്രയാങ്കിൾ നോക്കാം. ഇവിടെ നോക്കാം. ഇവിടെ ഈ നമ്മളെ ബ്ലൂ ട്രയാങ്കിളും നമ്മളെ ഗ്രീൻ ട്രയാങ്കിളും മേലെ ഇവിടെ എന്താണ്, സെയിം സൈഡ് അല്ലേ വരുന്നത്, രണ്ട് ട്രയാങ്കിളിനും സെയിം സൈഡ് അല്ലേ വരുന്നത്. യെസ്. ഇനി അതിന്റെ കോർണേഴ്സ് നോക്കാം. ബ്ലൂ ട്രയാങ്കിളിന്റെ കോർണറും നമ്മളെ ഗ്രീൻ ട്രയാങ്കിളിന്റെ കോർണറും, ഈ രണ്ട് കോർണേഴ്സും കൂടെ എവിടെയാ നിൽക്കുന്നത്, ഈ നമ്മളെ കോമൺ ആയിട്ട് വരുന്ന ലൈനിന് പാരലൽ ആയിട്ട് വരുന്ന ലൈനിലാണ്. അതുകൊണ്ട് അതിന്റെ ഏരിയയും ഈക്വൽ ആയിരിക്കും. സോ വി ക്യാൻ സേ ദാറ്റ് ബി ഈസ് ഈക്വൽ ടു ക്യൂ. അതുകൊണ്ട് ബിയും ക്യൂവും ഈക്വൽ ആണ്. വി ഹാവ് ഓൾറെഡി സീൻ ദാറ്റ്. നമ്മളെ കയ്യിൽ ഇപ്പൊ ഇനി എന്തൊക്കെയുണ്ട്, നമ്മളെ കയ്യിൽ എ ബൈ ബി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എ ബൈ ബി ഉണ്ട്. അതുപോലെ സ്മോൾ പി ബൈ ക്യൂ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പി ബൈ ക്യൂ ഉണ്ട്. ഇനി രണ്ട് കാര്യങ്ങളും കൂടെ നമ്മൾ പുതിയതായിട്ട് പഠിച്ചു. അതെന്താണ്, എ ഈസ് ഈക്വൽ ടു പി. എ ഈസ് ഈക്വൽ ടു പി ആണെന്ന് നമുക്ക് കിട്ടി. അതുപോലെ ബി ഈസ് ഈക്വൽ ടു ക്യൂ. ബി ഈസ് ഈക്വൽ ടു ക്യൂ ആണെന്നും കിട്ടി. അപ്പൊ ഈ നാല് കാര്യങ്ങളും നമുക്ക് ഈ ഒരു ഫിഗറിന് കിട്ടിയതാണ്. ഓക്കെ. അപ്പം അത് വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, വി ഹാവ് ഓൾറെഡി സീൻ ദാറ്റ് എ ബൈ ബി ഈസ് ഈക്വൽ ടു എ ബൈ ബി ആൻഡ് പി ബൈ ക്യൂ ഈസ് ഈക്വൽ ടു പി ബൈ ക്യൂ. And now we seen that A is equal to P and B is equal to Q. Thus, നമുക്ക് എന്ത് പറയാം, A by B is equal to P by Q. അതുകൊണ്ട് അതിന്റെ റേഷ്യോ A by B is equal to P by Q ആണെന്ന് പറയാം. കാരണം A Pക്ക് ഈക്വൽ ആണ്, B Qക്ക് ഈക്വൽ ആണ്. ഈ Aയും Pയും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ Aയും Pയും സെയിം ആയിരിക്കൂലേ. അതുപോലെ ഈ Bയും Qയും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ Bയും Qയും ഈക്വൽ അല്ലേ. അതുകൊണ്ട് A by B is equal to B by Q ആണെന്ന് പറയാം. ഓക്കെ. A by B is equal to B by Q. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഈ നമുക്ക് പാരലൽ ലൈൻസ് ഡ്രോ ചെയ്താൽ അതിനെ കട്ട് ചെയ്യുന്ന ലൈൻസ് ഉണ്ടെങ്കിൽ അതിന്റെ റേഷ്യോ ഈക്വൽ ആയിരിക്കും എന്ന് കിട്ടി. അപ്പം A by B is equal to P by Q, or we can say that A is to B is equal to P is to Q. അപ്പൊ ഇങ്ങനെ പ്രോബ്ലംസ് തന്നെ നമുക്കറിയാം. A is to B എന്ന് പറഞ്ഞാൽ P is to Qക്ക് ഈക്വൽ ആണ്. അതാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് ചെയ്തത്. അപ്പൊ ഒന്നുമില്ല, വേറെ രീതിയിൽ പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, the three parallel lines divide the left and right lines in the same ratio. ആ ഒരു കാര്യം മാത്രം ഓർത്ത് വെക്കുക. ഇതുവരെ നമ്മൾ പറഞ്ഞത് ടെക്സ്റ്റിലുള്ള കുറച്ച് കാര്യങ്ങളാണ്, എങ്ങനെയാണ് റേഷ്യോ ഈക്വൽ ആയത് എന്നുള്ള കാര്യമാണ്. അത് നമ്മൾ ഓർത്ത് വെക്കേണ്ടത് ഈ ഒരു കാര്യമാണ്. നമുക്ക് എന്താണ്, ഇപ്പൊ 3 പാരലൽ ലൈൻസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ലെഫ്റ്റ് ലൈൻ, ഇവിടെ ഒരു ലൈനും ഇവിടെ ഒരു ലൈൻ, ഇത് ലെഫ്റ്റ് ലൈന് ഇത് റൈറ്റ് ലൈന്, ഈ രണ്ട് ലൈൻസും ഉണ്ടെങ്കിൽ അതിന്റെ റേഷ്യോ ഈക്വൽ ആയിരിക്കും. ഓക്കെ, റേഷ്യോ ഈക്വൽ ആയിരിക്കും. ഇത് എയും ഇത് ബിയും, ഇത് പിയും ഇത് ക്യൂവും ആണെങ്കിൽ A is to B is equal to P is to Q ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ ആണോ? അതാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ കൺഫ്യൂഷൻ ആവാനൊന്നുമില്ല, ജസ്റ്റ് ഇത് മാത്രം ഒന്ന് ഓർത്ത് വെക്കാം. വാട്ട് ഇഫ് ദർ ആർ മോർ ദാൻ 3 ലൈൻ? അപ്പൊ നമ്മൾ 3 ലൈനിന്റെ കാര്യമല്ലേ പറഞ്ഞത്. ഇനി 3ൽ കൂടുതൽ ലൈൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ? സപ്പോസ് ഇവിടെ നമുക്ക് 4 ലൈൻ ഉണ്ട്, 4 പാരലൽ ലൈന്, എന്നിട്ട് അതിനെ 2 ലൈന് കട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഇത് ABC, ഇത് PQR, 4 പാരലൽ ലൈൻ ഉണ്ടായത് കൊണ്ട് ABCയും ഉണ്ട്, PQRഉം ഉണ്ട് അല്ലെ. If we just look at the top 3 lines only, we get, അപ്പൊ ആദ്യത്തെ 3 ലൈന് മാത്രം നോക്കാം. ഈ സിയും ആറും വരുന്നത് നോക്കണ്ട, ഇത് മാത്രം നോക്കാം. അപ്പൊ ആദ്യത്തെ 2 നോക്കിയാൽ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പഠിച്ചത് വെച്ചിട്ട് 3 ലൈൻസ് ഉണ്ടെങ്കിൽ 3 ലൈൻസ് പാരലൽ ആണെങ്കിൽ അതിനെ കട്ട് ചെയ്യുന്നത് സെയിം റേഷ്യോയിലായിരിക്കും നമ്മൾ പഠിച്ചു. അത് വെച്ചിട്ട് നമുക്ക് പറയാം A by B is equal to P by Q,
അല്ലെ? A by B is equal to P by Q. നമ്മൾ ഓൾറെഡി 3 ലൈനിന്റെ പഠിച്ചതുകൊണ്ട്. Instead, if we look at the bottom 3 lines only, we get B by C is equal to Q by R. That means ഈ ലൈൻ ഒഴിവാക്കുക, ഫസ്റ്റത്തെ ലൈന്. ഇനി ലാസ്റ്റത്തെ 3 ലൈനുമാണ് എടുക്കുന്നത്. ലാസ്റ്റത്തെ 3 ലൈനും എടുത്താൽ നമ്മൾ ഓൾറെഡി 3 ലൈൻ വെച്ചിട്ടുള്ളത് പഠിച്ചിട്ടുണ്ട്. സോ B by C is equal to Q by R ആണെന്ന് പറയാം. ആദ്യം നമ്മൾ എന്താ ചെയ്തത്? ആദ്യം ലാസ്റ്റത്തെ ലൈൻ കട്ട് ചെയ്തു. അപ്പൊ നമുക്ക് A by B is equal to P by Q ആണെന്ന് അറിയാം. ഇനി ഫസ്റ്റത്തെ ലൈൻ പോക്കി, അപ്പൊ നമുക്ക് B by C is equal to Q by R ആണെന്ന് അറിയാം. അപ്പൊ ഫ്രം A by B is equal to P by Q and B by C is equal to Q by R. അത് രണ്ടും വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? A by B into B by C is equal to P by Q into Q by R ആണെന്ന് പറഞ്ഞൂടെ? അപ്പൊ ഇവിടെ ബിയും ബിയും ക്യാൻസൽ ചെയ്താൽ A by C is equal to, ഇവിടെ നമുക്ക് ക്യൂവും ക്യൂവും ക്യാൻസൽ ചെയ്താൽ A by C is equal to P by R. അപ്പൊ നമുക്ക് എന്ത് പറയാം? 3 കൂടുതൽ ലൈൻ ഉണ്ടെങ്കിൽ A by C is equal to P by R ആണെന്നും പറയാം. ക്ലിയർ അല്ലേ? അപ്പൊ ഒന്നുമില്ല, 3 ലൈൻ ഉള്ളത് നമുക്കറിയാം അല്ലെ? 3 ലൈൻ ആണെങ്കിൽ അതിന്റെ റേഷ്യോ സെയിം, കട്ട് ചെയ്യുന്നത് ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെയാണ് 4 ലൈനും ഉണ്ടെങ്കിൽ നമുക്ക് 3 ലൈൻ വെച്ചിട്ട് നമ്മൾ ചെയ്ത് നോക്കി. അപ്പൊ A by B is equal to P by Q ആണ്. അതുപോലെ ഇവിടെ B by C is equal to Q by R ആണ്. അത് വെച്ചിട്ട് രണ്ടും വെച്ചിട്ട് നമ്മൾ പ്രൂവ് ചെയ്തു A by C is equal to P by R. So among the length ABC, whatever part or times of one is another, the same part or times is the corresponding pieces of PQR. എന്താ പറഞ്ഞേ? ABC എന്ന 3 നീളങ്ങളിൽ ഒന്ന് മറ്റൊന്നിന്റെ ഏത് ഭാഗമോ മടങ്ങോ ആയാലും അതേ ഭാഗമോ മടങ്ങോ തന്നെയാണ് PQR എന്നീ നീളങ്ങളിലും. അപ്പൊ ഇവിടെ എത്ര ഭാഗങ്ങളാണോ ഉള്ളത് അത്രയും ഭാഗങ്ങൾ തന്നെയായിരിക്കും ഇവിടെയും ഉള്ളത്. ഓക്കെ, ലെങ്ത് ABC വാട്ടെവർ പാർട്ട്, അത് എത്ര പാർട്ട് ആയാലും or times of one is another, the same part or times is the corresponding pieces of PQR. PQRും അത്രയും പാർട്ടായിരിക്കും ഉണ്ടാവുക. Thus the ratio between the length ABC is same as the ratio between the length PQR. അപ്പൊ ABCന്റെ റേഷ്യോ എന്തിന്റെ റേഷ്യോക്ക് ഈക്വൽ ആയിരിക്കും? PQRന്റെ റേഷ്യോക്ക് ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് 4 ലൈൻ തന്നു. അപ്പൊ ഇതിന്റെ റേഷ്യോ ഈക്വൽ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പം അത് മാത്രമാണ് നമ്മൾ ഈ ഒരു ഇതില് നോട്ട് ചെയ്യേണ്ടത്. ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്യുക. വി ക്യാൻ കണ്ടിന്യൂ ലൈക്ക് ദിസ് ഫോർ എനി നമ്പർ ഓഫ് പാരലൽ ലൈൻ. അപ്പൊ 3, 4, 5 എത്ര പാരലൽ ലൈൻ ഉണ്ടെങ്കിലും അതിനെ നമ്മൾ കട്ട് ചെയ്യുന്ന 2 ലൈൻ ഉണ്ടെങ്കിൽ അതിന്റെ റേഷ്യോ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പം ഇതൊന്ന് ഓർത്ത് വെക്കുക. ഇതാണ് നമ്മളെ അടുത്ത റിസൾട്ട്. നമ്മളെ അടുത്ത പോയിന്റ് ഇതാണ്. നമ്മൾ കുറെ ഫസ്റ്റ് പാർട്ടിലൊക്കെ പോയിന്റ്സ് പഠിച്ചിട്ടുണ്ട് അല്ലെ, റിസൾട്ടുകൾ. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് 3 or more parallel lines cut any 2 lines in the same ratio. 3 or more parallel line അല്ലെ? പാരലൽ ലൈൻ 3 അതിൽ കൂടുതലോ പാരലൽ ലൈൻ ഉണ്ടെങ്കിൽ cut any 2 lines in the same ratio. അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള 2 ലൈനിനെ സെയിം റേഷ്യോയിലായിരിക്കും കട്ട് ചെയ്യുന്നത്. 3 അതിലധികമോ സമാന്തര വരകൾ ഏത് 2 വരകളെയും മുറിക്കുന്നത് ഒരേ അംശബന്ധത്തിലാണ്. അപ്പം 3 ഇപ്പൊ സപ്പോസ് ഇവിടെ നമുക്ക് 3 പാരലൽ 3, 4, 5 3ൽ കൂടുതൽ 3 or more parallel lines cut any 2 lines 2 ലൈൻസ് ഉണ്ടെങ്കിൽ എന്താണ്? ഇൻ ദ സെയിം റേഷ്യോ. അതിന്റെ ഇവിടെയുള്ള റേഷ്യോ ഇപ്പൊ ABC PQR ആണെങ്കിൽ അതിന്റെ റേഷ്യോ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങള് ജസ്റ്റ് ഒന്ന് നോക്കുക, എന്നിട്ട് ഈ പോയിന്റ് പഠിക്കാം. 3 or more parallel lines cut any 2 lines in the same ratio. നമുക്ക് 3 അതിൽ കൂടുതലോ സമാന്തര വരകൾ എന്താണ്? ഏത് 2 വരകളെയും അവിടെയുള്ള ഏത് 2 വരകളെയും എന്താണ്? മുറിക്കുന്നത് ഒരേ അംശബന്ധത്തിലാണ്. 3 or more parallel lines cut any 2 lines in the same ratio. അപ്പം ഇത് മാത്രം ഓർത്ത് വെക്കുക. നമ്മൾ ഇത്രയും ടെക്സ്റ്റിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു, അത് എങ്ങനെയാണ് ഇതിലോട്ട് എത്തിയത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇത് ഓർത്ത് വെക്കുക. 3 അതിൽ കൂടുതലോ പാരലൽ ലൈനിനെ 2 ലൈൻസ് കട്ട് ചെയ്യുമ്പോൾ അതിന്റെ റേഷ്യോ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. 2 or more parallel lines cut any 2 lines in the same ratio. അതാണ് നമ്മള് ഈ ഒരു റിസൾട്ട് പറഞ്ഞത്. ഓക്കെ, നമ്മൾ കുറെ റിസൾട്ട്സുകൾ പഠിക്കുന്നുണ്ട് അല്ലെ, ഒക്കെ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടി വരും.
ഓക്കെ, ഇനി എന്താ, വി ക്യാൻ യൂസ് ദിസ് ടു ഡിവൈഡ് എ ലൈൻ ഇൻ എനി റേഷ്യോ. ഏത് റേഷ്യോയും തന്നാലും നമുക്ക് ആ ലൈനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. വി ക്യാൻ യൂസ് ദിസ് ടു ഡിവൈഡ് എ ലൈൻ ഇൻ എനി റേഷ്യോ. For example, let's see how we divide an 8 cm long line in the ratio 1:2. എന്താ പറഞ്ഞത്, നമുക്ക് 8 സെന്റിമീറ്റർ ഒരു ലോങ് ലൈൻ ഉണ്ട്. ഇതിന് നമുക്ക് 1:2 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം. നമ്മൾ എങ്ങനെ ഡിവൈഡ് ചെയ്യും? we divide an 8 centimeter long line in the ratio 1:2. നമ്മൾ കഴിഞ്ഞ പാർട്ടില് 3 ഈക്വൽ പാർട്സ് ആക്കുക, ട്രയാങ്കിൾ ഡ്രോ ചെയ്യുക, ഹെക്സഗൺ ഡ്രോ ചെയ്യുക, സ്ക്വയർ ഡ്രോ ചെയ്യുക, അതൊക്കെ പഠിച്ചിട്ടുണ്ട്. ബട്ട് ഇവിടെ നമുക്ക് റേഷ്യോ ആണ് തന്നത്. അപ്പൊ സിമ്പിൾ ആണ് മക്കളെ, സിമ്പിൾ ആണ്. നമുക്ക് റേഷ്യോ വെച്ചിട്ട് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പഠിച്ച പാർട്സ് ചെയ്യുന്ന പോലെ തന്നെയാണ് റേഷ്യോ വെച്ചിട്ട് ചെയ്യുന്നതും. ഇവിടെ നമുക്ക് ടോട്ടൽ നമ്പർ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 8 സെന്റിമീറ്റർ ലൈന് ഡ്രോ ചെയ്യുക. Isn't it easy to divide a 6 centimeter line in this ratio? ഈ 2:3 നമ്മുടെ റേഷ്യോ 1:2 ആണ്. അപ്പൊ 6 സെന്റിമീറ്ററിന് നമുക്ക് 1:2 ചെയ്യാൻ പറ്റും. സോ ലെറ്റ്സ് ഫസ്റ്റ് ഡ്രോ 2 ലൈൻസ് ആസ് വി ഡിഡ് ഏർലിയർ. അപ്പൊ നമുക്ക് 8 സെന്റിമീറ്ററിന് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം 8 സെന്റിമീറ്റർ ലൈൻ ഡ്രോ ചെയ്യുക. ഈ നമ്മളെ റേഷ്യോ എന്താ തന്നത്, 1:2 അല്ലേ. അപ്പം 1:2 എന്ന് പറഞ്ഞാൽ ടോട്ടൽ എത്രയാ, 1 + 2 എന്ന് പറഞ്ഞാല് 3 അല്ലേ. സോറി, 1 + 2 എന്ന് പറഞ്ഞാൽ 3. അപ്പം നമ്മൾ എന്ത് ചെയ്യും, 3 സെന്റിമീറ്ററിൽ ഒരു ലൈൻ ഇവിടെ ഡ്രോ ചെയ്യാം. ബട്ട് ഇവിടെ നമ്മൾ ഡ്രോ ചെയ്തത് എന്താ, 6 സെന്റിമീറ്ററിലെ ലൈന്. അത് നമ്മൾ 3 സെന്റിമീറ്റർ ഡ്രോ ചെയ്യുമ്പോൾ നമുക്ക് ആകെ എത്ര ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ ഇത് ജോയിൻ ചെയ്ത് ഇങ്ങനെ വരയ്ക്കുമ്പോൾ അതെന്തായി, അടുപ്പിച്ച് നമുക്ക് നീറ്റ് ഇല്ലാത്ത പോലെ തോന്നും അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, 1:2 എന്ന് പറഞ്ഞാൽ എന്താ, 2:4 തന്നെയല്ലേ. 2:4 അല്ലേ. 1-നെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 2-നെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പം നമ്മളെ റേഷ്യോനെ സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് ആ സെയിം റേഷ്യോ തന്നെ ആയിരിക്കും. ഇനി 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1 × 3 3, 2 × 3 6, 3:6. ഈ 3:6 എന്ന് പറഞ്ഞാൽ 1:2 തന്നെയാണ്. ഇനി 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1 × 4 4, 2 × 4 8. ഈ 4:8 എന്ന് പറഞ്ഞാൽ ഷോർട്ട് ആക്കിയാൽ 1:2 തന്നെയാണ്. അപ്പൊ ഇതൊക്കെ സെയിം തന്നെയാണ്. അപ്പൊ നമ്മള് ഒന്നും കൂടെ വലിയ ലൈൻ ആക്കാനും വേണ്ടി 2:4 എടുത്തു. അത് പറഞ്ഞാൽ 2 + 4 6 സെന്റിമീറ്റർ. കാരണം 6 സെന്റിമീറ്ററിനെ നമുക്ക് 1:2 ചെയ്യാൻ പറ്റും അല്ലെ. 2 + 4 6 സെന്റിമീറ്ററിനെ നമുക്ക് 1:2 ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മള് എന്ത് ചെയ്തു, ആദ്യം നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ട 8 സെന്റിമീറ്ററിനെ വരച്ചു, സ്കെയിൽ വെച്ചിട്ട് ഡ്രോ ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു പോയിന്റിന് നമ്മള് 6 സെന്റിമീറ്റർ ലൈൻ ഡ്രോ ചെയ്തു. അപ്പൊ ഇത് നമ്മളെ 6 സെന്റിമീറ്റർ ലൈൻ ആണ്. എന്നിട്ട് ആ 6 സെന്റിമീറ്റർ ലൈനിനെ 2:4 റേഷ്യോയില് 2:4 നമ്മള് റേഷ്യോ ആണ് ഇട്ടോ എടുക്കുന്നത്. നമ്മൾ സെന്റിമീറ്റർ അങ്ങനെ ലെങ്ത് അല്ല, അപ്പൊ നമ്മൾ സ്കെയിലിൽ ചെയ്യുമ്പോൾ ഈ 2:4 തന്നെ എടുക്കുക സെന്റിമീറ്റർ. അപ്പൊ 2 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ ആക്കിയിട്ട് കട്ട് ചെയ്യാം. എന്നിട്ട് നോ വി നീഡ് ഓൺലി ജോയിൻ ദ അതർ എൻഡ്സ് ഓഫ് ദ ലൈൻസ് ആൻഡ് ഡ്രോ ദ പാരലൽ ലൈൻ ത്രൂ ദ പോയിന്റ് ഡിവൈഡിങ് ദ ഗ്രീൻ ലൈൻ. ഇനി നമ്മൾ എന്ത് ചെയ്യാ, ഈ 2 ലൈനും കൂടെ ജോയിൻ ചെയ്ത് വരയ്ക്കാം. എന്നിട്ട് സെറ്റ് സ്ക്വയറും സ്കെയിലും വെച്ചിട്ട് നമ്മൾ ഇതിന് പാരലൽ ആയിട്ടുള്ള ലൈനും ഡ്രോ ചെയ്തു. അപ്പൊ നമ്മൾ 8 സെന്റിമീറ്റർ ലൈനെ നമ്മൾ 2:3 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തില്ലേ. ഈ 6 സെന്റിമീറ്ററിന് 2:4 ചെയ്ത പോലെ 8 സെന്റിമീറ്ററിന് 2:4 എന്ന് പറഞ്ഞാൽ 1:2. അപ്പൊ ഇവിടെ 1 ഇവിടെ 2, 1:2 റേഷ്യോയിലായി. അപ്പൊ നമ്മൾ 8 സെന്റിമീറ്ററിന് നമ്മൾ 1:2 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തു. 8 സെന്റിമീറ്റർ ലൈനിനെ 1:2 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തു. സിമ്പിൾ അല്ലെ. നമ്മൾ നേരത്തെ കഴിഞ്ഞ പ്രോബ്ലംസിൽ പഠിച്ച പോലെ തന്നെ ഈക്വൽ പാർട്സ് ആക്കിയിട്ടായിരുന്നു അത് പഠിച്ചത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ റേഷ്യോ ആണ് എന്നുള്ളൂ, ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതാണ് സിമ്പിൾ. അപ്പൊ നമുക്ക് 8 സെന്റിമീറ്ററിനെ നമ്മൾ 1:2 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തു. അതാണ് നമ്മളെ ഈ ഒരു ആൻസർ. നമ്മൾ ആദ്യം എന്താ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ, സ്കെയിൽ വെച്ചിട്ട് 8 സെന്റിമീറ്റർ ലൈൻ ഡ്രോ ചെയ്യാം. ഇനി നമ്മളെ റേഷ്യോ നോക്കുക. ആ റേഷ്യോനെ നമ്മൾ എന്ത് ചെയ്യാ, ടോട്ടൽ എടുക്കുക. ടോട്ടൽ നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യാം, ഇവിടെ ഡ്രോ ചെയ്യാം. അവിടെ നമുക്ക് 3 ആണ് ടോട്ടൽ, 1:2 3. അപ്പൊ 3 സെന്റിമീറ്റർ കുറച്ച് ചെറുതായതുകൊണ്ട് നമുക്കറിയാം 1:2 തന്നെയാണ് എന്ത്, 2:4 അല്ലെ. സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് അതിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ നമ്മൾ 6 എടുത്തു, എന്നിട്ട് 6 സെന്റിമീറ്റർ ഡ്രോ ചെയ്തു, എന്നിട്ട് അതിനെ 2:4 അതാണ് 1:2 ആക്കി പാർട്ടാക്കി, എന്നിട്ട് ഇത് ജോയിൻ ചെയ്തു. ഇത് സെറ്റ് സ്ക്വയറും സ്കെയിലും വെച്ചിട്ട് ഇത് ഡ്രോ ചെയ്യാം. അപ്പൊ നമ്മൾ 8 സെന്റിമീറ്ററിനെ നമ്മൾ എന്ത് ചെയ്തു,
ഇങ്ങനെ ചെയ്തു. അപ്പൊ 2/3 2/3 ആയി ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മള് ഈ ഒരു 8 സെന്റിമീറ്ററിന് നമ്മൾ 1:2 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തു. റേഷ്യോ സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്തത്. നമ്മൾ ഈ പാർട്ടിൽ ഡിസ്കസ് ചെയ്തത് എന്താ? റേഷ്യോസിലെ എന്താ മെയിൻ ആയിട്ട് നമ്മൾ ഈ ഒരു പാർട്ടിൽ പഠിക്കാനുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ 2 or more parallel lines cut any 2 lines in the same ratio. അത് മാത്രമാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ പഠിച്ച പോയിന്റ്. അപ്പൊ അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് ചെയ്യാനുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്. റേഷ്യോ വരുമ്പം എങ്ങനെ നമ്മൾ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഒരു ലൈൻ തരും, അതിന് നമ്മൾക്ക് ഇത്ര റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാൻ പറയും. അപ്പൊ എങ്ങനെയാണ് നമ്മൾ അത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ പഠിക്കാം. ബട്ട് ഈ ഒരു കാര്യം നമ്മൾ ഓർത്തു വെക്കണം. 2 or more parallel lines cut 3 or more parallel line. 3 അതിൽ കൂടുതൽ പാരലൽ ലൈൻസ് ഉണ്ടെങ്കിൽ cut any 2 lines in the same ratio. അപ്പൊ അതിലൂടെ ഉള്ള 2 ലൈൻസിനെ എന്താണ് സെയിം റേഷ്യോയില് ഡിവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ ഇതിൽ നമുക്ക് എങ്ങനത്തെ പ്രോബ്ലംസും വരും. ഓക്കെ, 3 or more parallel lines cut any 2 lines in the same ratio. അപ്പൊ നമുക്ക് ഇപ്പം 3 പാരലൽ ലൈൻ തന്നു, 2 ലൈൻസ് തന്നാൽ ഇപ്പൊ ഇവിടെ നമുക്ക് 2 ഇവിടെ നമുക്ക് 6 തന്നു, 2ഉം 6ഉം തന്നു. അതുപോലെ ഇവിടെ നമുക്ക് 2ഉം 4ഉം തന്നു. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് തന്നു? 6ഉം 12ഉം തന്നു. അപ്പൊ നമുക്ക് എന്ത് പറയാ? ഈ റേഷ്യോ ഈക്വൽ ആയിരിക്കും. അപ്പൊ 2 or more parallel lines cut any 2 lines in the same ratio. അപ്പം റേഷ്യോ 2/4 എന്ന് പറഞ്ഞാൽ എന്താ? 1/2 ആണ്. 6/12 എന്ന് പറഞ്ഞാൽ എന്താ? 1/2 ആണ്. രണ്ടിന്റെയും റേഷ്യോ ഈക്വൽ ആണ് അല്ലെ? 1:2. അപ്പം നമുക്ക് പറയാം ഈക്വൽ ആണെങ്കിൽ ഇത് പാരലൽ ആണ്. ഈക്വൽ ആണെങ്കിൽ ഇത് പാരലൽ ആണ്. ഇനി നമ്മളോട് ചിലപ്പം ചോദിക്കും, ഇവിടെ നമുക്ക് ഇങ്ങനെ തരും, എന്നിട്ട് ഇവിടെ നമുക്ക് എക്സ് എന്ന് വരും. എക്സിന്റെ വാല്യൂ ഫൈൻഡ് ചെയ്യാനുണ്ടായിരിക്കും. അപ്പൊ എക്സിന്റെ വാല്യൂ ഫൈൻഡ് ചെയ്യണം. ക്വസ്റ്റ്യനിലും തരും പാരലൽ ആണ്. അപ്പൊ നമുക്കറിയാം പാരലൽ ആണെങ്കിൽ സെയിം റേഷ്യോയിലായിരിക്കും. അപ്പൊ നമുക്ക് പറയാം 2/4 ഈസ് ഈക്വൽ ടു 6/x ആയിരിക്കും. അപ്പൊ നമ്മൾ ചെയ്യുമ്പം 2x ഈസ് ഈക്വൽ ടു എന്ത് വരും? 24 എന്ന് വരും അല്ലെ? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 2 into x 2x 4 into 6 24. അപ്പൊ x ഈസ് ഈക്വൽ ടു 24/2 വിച്ച് ഈസ് ഈക്വൽ ടു 12. അപ്പൊ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടി 12 ആണ്. അപ്പം പാരലൽ ആണെങ്കിൽ അതിന്റെ റേഷ്യോ സെയിം ആയിരിക്കും. റേഷ്യോ സെയിം ആണെങ്കിൽ അത് പാരലൽ ആയിരിക്കും. അതാണ് നമ്മൾ പഠിച്ചത് 3 or more parallel lines. പാരലൽ ലൈൻസ് cut any 2 lines in the same ratio. അതിനെ സെയിം റേഷ്യോയിൽ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പ്രോബ്ലംസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.